ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു സിമ്പിൾ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. റെസിപ്പി എന്ന് പറയുന്നത് കടലക്കറിയിൽ കുഴക്കട്ടിട്ടത്. ഇനി വേറെ പേരുണ്ടോ ഒന്നും എനിക്കറിയില്ല. നമ്മൾ അമ്മേനോട് ഇങ്ങനെ പറയും, കടലക്കറിയിൽ കുഴക്കട്ടി ഇട്ടതാക്കിയാൽ മതിയേ, അങ്ങനെ ആക്കണേ എന്നും അറിയാം. ഇതിൻ്റെ പേരൊന്നും ശരിക്കും അറിയില്ല. അങ്ങനെ പറയുമ്പോൾ അമ്മ ഇതേപോലെ ആക്കിത്തരൂ. ഇത് വീട്ടിൽ വേറെ അനിയന്മാർക്കൊന്നും അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ എനിക്കും അമ്മക്കും എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇടയ്ക്ക് പറയുമ്പോൾ എല്ലാം ആക്കിത്തരും. ഇത് സ്കൂൾ വിട്ട് വൈകുന്നേരം വരുമ്പോൾ, കോളേജ് വിട്ട് വരുമ്പോൾ എല്ലാം വൈകുന്നേരത്തെ ചായക്ക് കിട്ടിയാലെല്ലാം നല്ല ടേസ്റ്റാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും സിമ്പിളായിട്ട് വേഗത്തിലാക്കി എടുക്കാനാകുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ആക്കുകയെന്ന് വെച്ചാൽ ആദ്യം കടലൊക്കെ വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ കുറച്ച് കറിവേപ്പിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കുക. കടല വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മളെ പത്തിരിപ്പൊടി, നൂൽപുട്ട്, അതിനെല്ലാം എടുക്കുന്ന നൈസായിട്ടുള്ള അരിപ്പൊടി അത് നല്ലോണം കുഴച്ച് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുക. ചെറിയ ബോൾസാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. വലിയ ബോൾസായാൽ വേകാനും പണിയായിരിക്കും. പിന്നെ അത്ര വലിയ ടേസ്റ്റും എനിക്ക് തോന്നിയിട്ടില്ല. ചെറിയ ചെറിയ ബോൾസ് ആകുമ്പോൾ നമ്മൾ കടലക്കേൻ്റെ ഒപ്പം കോരി തിന്നാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചെറിയ ചെറിയ ബോൾസ് ആക്കി വെക്കുക. അപ്പോഴത്തേക്ക് കടല വെന്തിട്ടുണ്ട്. വെന്ത കടലയിലേക്ക് നമ്മൾ മുളക് പൊടിയും ഉപ്പും 1 കപ്പ് വെള്ളവും മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി ഇട്ട് ഈ വെള്ളം നല്ലോണം തിളക്കണം. തിളക്കുന്നതിന് മുന്നേ നമ്മൾ ഈ ബോൾസ് അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം കൂടി കൂട്ടി പറ്റിപ്പോകാൻ നല്ലോണം തിളക്കുമ്പോൾ ഓരോന്ന് 2 അങ്ങനെ കുറച്ച് മല്ലന ഇട്ട് കൊടുക്കുക. ഒന്നായിട്ട് അങ്ങ് ചെരിഞ്ഞ് കഴിഞ്ഞാൽ അപ്പടാത്തും പറ്റി പിടിച്ചു ഈ ചൂട് കൊണ്ട്. അപ്പോൾ നല്ലോണം പിന്നെ മല്ലന ഈ ബോൾസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് നല്ലോണം ഇട്ട് എല്ലാം ഒന്ന് പിന്നെ ഇട്ടമ്പാടൊന്ന് ഇളക്കറേ ഇട്ടൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇളക്കി കൊടുക്കുക. ഇട്ടമ്പാട് ഇളക്കി കഴിഞ്ഞാൽ ഫുള്ളൊന്ന് കുഴഞ്ഞു പോകും. അതുകൊണ്ട് മല്ലനെ ഇളക്കി സെറ്റാക്കി എടുക്കുക. മല്ലനെ ഇളക്കി വേവിച്ച് ഈ കുഴക്കട്ട വെന്തോ നോക്കുക. ചെറിയൊരു ചാറോട് കൂടിയാണ് വേണ്ട. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് വേണം വെള്ളം ഒഴിക്കാൻ. ഈ കുഴക്കട്ടയ്ക്ക് കുഴക്കുമ്പോൾ തേങ്ങയും വേറൊന്നും അതിലിടണ്ട, വെറും ഉപ്പ് മാത്രം ഇട്ടിട്ട് കുഴച്ചെടുത്താൽ മതി. പിന്നെ അതിന് ശേഷം കുഴക്കട്ട മല്ലന അതിലേക്ക് ഇട്ട് ഈ മസാലയിൽ നിന്ന് ഇത് നല്ലോണം വേവിച്ചെടുക്കുക. വെന്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ സാധാരണ കറിക്കെല്ലാം വറുത്തിടുന്ന പോലെ കറിവേപ്പിലയും കായ്മുളകും കടുകും കൂട്ടിയിട്ട് നല്ലോണം ഒന്ന് വറുത്തിട്ടെടുക്കുക. അത് വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തിടണം. വേറെ ഓയിലല്ലെങ്കിൽ അങ്ങനെ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. വെളിച്ചെണ്ണയിലിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഇത് ചൂടോടെ കട്ടൻ ചായേൻ്റെ ഒപ്പം കുടിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാൻ എന്തായാലും പറയുന്നില്ല, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും കമൻ്റായിട്ട് ഇടണോ. പിന്നെ അതുപോലെ തന്നെ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണോ, അതും കമൻറ്റ് ബോക്സിൽ വന്ന് പറയണോ. അപ്പോൾ താങ്ക് യു.